മുഹമ്മദ്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യത്തിൽ ഒരു അബദ്ധം വന്നായിരുന്നു. സഹറ എന്നുള്ളത് തൻവീനോടുകൂടി ചില സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ സഹറ എന്നുള്ളത് ശരിക്കും ഗൈർ മുൻസരിഫാണ്. അപ്പോൾ ഒന്നുകിൽ സഹറ ഊ എന്ന് വരുന്നിടത്ത് റഫിൻ്റെ അവസരത്തിൽ സഹറ ഊ എന്നും ജറിൻ്റെ നസ്ബിൻ്റെ അവസരത്തിൽ സഹറ ആ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഖില്ലത്തുൽ ഇനായത്തി ബിസ്റാഅത്തി. ഐനായത്ത് എന്നുള്ളത് ഉനിയ യുഅന എന്നതിൻ്റെ മസ്ദറാണ്. അന യാനി എന്നതിൻ്റെ അല്ല. ചില വാക്കുകൾ അങ്ങനെയാണ്. അതിൻ്റെ മബ്നിയിൽ ഫായിൽ ഒരർത്ഥമായിരിക്കും, മബ്നിയിൽ മഫ്ഊൽ വേറെ അർത്ഥമായിരിക്കും. അതിൽ പെട്ടാണ് ഇത്. ഐനായത്ത് എന്ന് പറഞ്ഞാൽ പരിഗണിക്കുക, ഗൗനിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഖില്ലത്തുൽ ഐനായത്തി എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റിഗാർഡ് എന്ന് വെച്ചാൽ ചെറിയ പരിഗണനക്കുറവ്. എന്തിനാ? ബിസ്റാഅത്തി, കൃഷിയെ. ആരുടെ അടുക്കൽ? ലദൽ അറബിയിൽ ജാഹിലി അറബിൻ്റെ അടുക്കൽ. അതായത് അവർ വലിയ രീതിയിൽ കാര്യമാക്കിയിരുന്നില്ല കൃഷിയെ. വഖദ് അറഫൽ അറബു, അറബുകൾക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പരിചയം ഉണ്ടായിരുന്നു. അസിറായത്ത, കൃഷിയെ. ഫിൽ ജനൂബി, തെക്ക് ഭാഗങ്ങളിൽ. വശർഖി, കിഴക്ക് ഭാഗങ്ങളിൽ. വവാഹാത്തിൽ ഹിജാസി, ഹിജാസിയൻ മരുപ്പച്ചകളിലും ഒയേസസുകളിലും. മിസ്ല യസ്രിബ, യസ്രിബ് പോലെ. അപ്പോൾ യസ്രിബ് ശരിക്കും മദീനയുടെ പഴയ പേരാണ്. അപ്പോൾ ഇവിടെ ജാഹിലി കാലാണല്ലോ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വാക്ക് ആ അർത്ഥത്തിൽ, അതായത് മദീന എന്ന് പറയുന്ന പകരം ഇവിടെ യസ്രിബ് എന്ന് ഉപയോഗിച്ചത്. ഖൈബർ യസ്രിബിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ത്വായിഫ്, ത്വായിഫ് മക്കൾക്ക് അടുത്തുള്ള സ്ഥലമാണ്. വാദിൽ ഖുറ പോലെ. ബഅദുൽ അറബി, അറബുകളിൽ ചിലർ. കാനു, അവരായിരുന്നു. യഹ്തഖിറൂന, നിസ്സാരമായി കാണുമായിരുന്നു. അസ്റാഅത്ത, എന്തിനെ? കൃഷിയെ. വയസ്ദറൂനഹ, അത് മുത്തറാദിഫായ വാക്കാണ്, പര്യായ പദമാണ്. അതായത് നിസ്സാരമായി കാണാമായിരുന്നു, നിന്ദിച്ചിരുന്നു, അതിനെ വലിയ കാര്യമാക്കിയിരുന്നില്ല, വില കൽപ്പിച്ചിരുന്നില്ല, വളരെ നിസ്സാരമായി കണക്കാക്കിയിരുന്നു. ഏത് സ്ഥിതിയിൽ? മുഅ്തഖിദീന, അവർ തന്നെ കരുതുന്നവരായ നിലയിൽ. ഇത് ഹാലാണ്. അന്നഹ, കൃഷി. തഹുദ്ദു, അതെന്ത് ചെയ്യും? പരിമിതപ്പെടുത്തും. മിൻ ഇന്തിലാഖിഹിം, അവരുടെ സഞ്ചാരത്തെ. വഹുർരിയാത്തിഹിം, അവരുടെ സ്വാതന്ത്ര്യങ്ങളെയും. അപ്പോൾ ഇൻതലക്ക എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്തർത്ഥത്തിലാണെന്ന് വെച്ചാൽ, അതായത് ഒന്നിനോട് ഒരു ബന്ധമില്ലാതെ പോകാൻ പറ്റുക, അതിനുള്ള സാധ്യത ഉണ്ടാവുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹുർരിയത്ത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഹുർരിയാത്ത് സ്വാതന്ത്ര്യങ്ങൾ. വബഅദ സിറാഅത്തി, കൃഷി കഴിഞ്ഞാൽ യഅ്തി റഅയു, പിന്നെ വരുന്നത് എന്താണ്? കന്നുകാലികളെ വളർത്തുക, പരിപാലിക്കുക, മേയുന്നത് നോക്കുക എന്നുള്ള ആ കാര്യമാണ് പിന്നെ വരുന്നത്. മിൻ ഹൈസുൽ അഹമ്മിയത്തി, പ്രാധാന്യത്തിൻ്റെ ഭാഗത്ത് കൂടി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ പ്രാധാന്യത്തിൽ ഒന്നാം സ്ഥാനം കൃഷിക്കാണ്. പിന്നെ വരുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ റഅയാണ്, കന്നുകാലികളെ വളർത്തലാണ്. വഅല മല്ല യുഹിബ്ബു സിറാഅത്ത, കൃഷിയെ ഇഷ്ടപ്പെടാത്തവൻ്റെ മേൽ അനിവാര്യമാണ്. എന്ത്? ഐ യത്തജിഹ ഇലർ റഅി, കന്നുകാലികളെ വളർത്തുന്നതിലേക്ക് അവൻ തിരിയൽ, മുന്നിടൽ. പിന്നെന്ത് ചെയ്യണം? വയഖ്താറ, അങ്ങനെ അവൻ എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കും. ലഹു, അവന് വേണ്ടി. അൽ ഹയവാന, ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ. എങ്ങനെയുള്ളത്? അല്ലതി യത്തനാസബു, ആ ജീവി എന്ത് ചെയ്യും? ഒത്തുവരും, യോജിച്ചതാകും. എന്തിനോട്? ളുറൂഫഹും, അവരുടെ സാഹചര്യങ്ങളോട്. വഖദ് കാനത്തിൽ ഇബ്ലു, അങ്ങനെ ഒട്ടകമായിരുന്നു. ഫിൽ മർത്തബത്തിൽ ഊല, ഏറ്റവും മേലെ തട്ടിൽ, ഏറ്റവും ഒന്നാമത്തെ തട്ടിൽ. ഹൈസു തഹഖഖ ഫിഹ, അതിന് കാരണം എന്താ? ഹൈസു തഹഖഖ ഫിഹ, സിൻസ് തഹഖഖ ഫിഹ, അതിൽ റിയലൈസ്ഡായി, അതിൽ യാഥാർത്ഥ്യമായി. ഹാദ തനാസുബ്, ഈ യോജിപ്പ്, അതായത് ഈ സാഹചര്യങ്ങളോടുള്ള ഈ യോജിപ്പിൻ്റെ കാര്യത്തിൽ എന്ത്? യോജിപ്പ് ഏറ്റവും കൂടുതൽ സാഹചര്യത്തോട് ഏറ്റവും യോജിച്ചതായ മൃഗം ഒട്ടകമായിരുന്നു, അറബുകളുടെ സാഹചര്യത്തോട്. എന്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ? ബിൽ ഇളാഫത്തി ഇല തനവ്വുഇൽ മനാഫിഅ, ഉപകാരങ്ങൾ വിവിധമാകലിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ. തനവ്വു എന്ന് പറഞ്ഞാൽ വിവിധങ്ങളാവുക, പല ഇനമാവുക. മൻഫഅത്തിൻ്റെ ജമാണ് മനാഫിഅ. അപ്പോൾ തനവ്വുഉൽ മനാഫിഅ എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങൾ വിവിധമാവുക എന്ന വിഷയത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഏറ്റവും എന്താ പറയുക, ഒത്ത ജീവി ഏതായിരുന്നു? അവരുടെ സാഹചര്യങ്ങളോട് ഏറ്റവും യോജിച്ച ജീവി ഒട്ടകമായിരുന്നു. എങ്ങനെയുള്ള മൻഫഅത്തുകൾ, എങ്ങനെയുള്ള ഉപകാരങ്ങൾ? അല്ലത്തി തത അത്ത, അത് എളുപ്പത്തിൽ ലഭിക്കും. മിൻഹ, ഒട്ടകത്തിൽ നിന്ന്.
ഇവിടെ മനാഫിഅ എന്ന് പറയുന്നത് മൻഫഅത്തിൻ്റെ ജമ്മാണ്. മനാഫിഅ മുഅന്നസ് ആയ ജമ്മാണ്. അപ്പോൾ അതുകൊണ്ടാണ് അല്ലത്തി എന്നുള്ളതും മുഅന്നസാണ്. അപ്പോൾ അല്ലത്തി എന്നുള്ളത് മടങ്ങുന്നത് മൗസൂല മനാഫിഅൻ്റെ സിഫത്തായിട്ട് എടുത്തത്. ഇനി അടുത്ത് നോക്കുക. അൽ ഖൈലു, കുതിര എന്നത് ഹയവാനുൻ, അതൊരു ജീവിയാണ്. അസീസുൻ, വളരെ പ്രശസ്സായ, മൂല്യമുള്ളത്, വീര്യമായത്, ലദൽ അറബി, അറബുകളുടെ അടുക്കൽ. വമിൻ അഹമ്മിൽ ഹയവാനി ലദൈഹിം, അറബികളുടെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയിലൊന്നാണ് എന്ത്? അൽ ഖൈലു. പ്രധാനപ്പെട്ട ജീവിയാണ് അൽ ഖൈലു, കുതിര എന്നത്. തിൽക്ക, ആ കുതിര എന്നത് അതായത് ആ കുതിര എന്നത് എങ്ങനെയുള്ള ജീവിയാണ്? അല്ലത്തി കാനത്ത് റുക്നൻ അസാസിയൻ, അത് അടിസ്ഥാനപരമായ ഒരു തൂണായിരുന്നു. ഔവലിയൻ, പ്രാഥമികമായ. ഫി ഹയാത്തിൽ ബദവി, ബദവിയുടെ ജീവിതത്തിൽ. ബദവി എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിലൊന്നും താമസിക്കാത്ത, ഇപ്പം നാട്ടിലാണെങ്കിൽ നമ്മൾ അതിനെ നാടോടി എന്ന് പറയാം. അറബുകളെ അപേക്ഷിച്ച് അവർ ഇങ്ങനെ നഗരത്തിലും പട്ടണത്തിലും ഗ്രാമങ്ങളിലൊന്നും ജീവിക്കാതെ ഇങ്ങനെ തമ്പടിച്ച് പോകുന്ന ആളുകളെയാണ് ഇവിടെ ബെഡവിനെന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് കാരണം എന്താ? അത് അത്ര അടിസ്ഥാനപരമായൊരു ഘടകമാണെന്ന് പറയാനുള്ള കാരണം എന്താ? കുതിര എന്നത് ഇദ്കാന യഅ്തമിദു അലൈഹ, ആ ബദവി അതിനെ ആശ്രയിക്കുമായിരുന്നു, അതിൻ്റെ മേൽ ആയിരുന്നതിന് വേണ്ടി. എന്തിൽ? ഫിൽ ഗസ്വി, യുദ്ധങ്ങളിൽ. ഇനി യുദ്ധത്തെപ്പറ്റി പറയാണ്. എങ്ങനെയുള്ള യുദ്ധം? അല്ലദി അസ്ബഹ, അതായിത്തീർന്നു, യുദ്ധം എന്നത് ആയിത്തീർന്നു. വസീലത്തൻ, ഒരു മാധ്യമമായി തീർന്നു, ഒരു വഴിയായി തീർന്നു. മിൻ വസായിലിൽ ഹയാത്തി, ജീവിതത്തിനുള്ള വഴികളിൽ, മാധ്യമങ്ങളിൽ ഒരു മാധ്യമമായി അത് മാറി, അല്ലെങ്കിൽ ഒരു വഴിയായി മാറി, ഒരു മാർഗമായി മാറി. ലദൽ അറബി, അറബിയുടെ അടുക്കൽ, അക്കാലത്ത്. വദാലിക്ക, അത് ലി അന്നൽ അറബിയ, അറബി ഇദാ ദന്നത്ത് അലൈഹി തബിഅത്തു. ഇപ്പോൾ ഈ ലാമ തഅലീലിനാണ്, ലി അന്നയിലുള്ള ലാമ തഅലീലിനാണ്, അതായത് ഒരു കാരണം പറയാൻ പോകുമ്പോൾ ഉള്ള ആ അർത്ഥത്തിന്, ആ മാനക്ക് ഉപയോഗിക്കുന്നതാണ്. ലി അന്നൽ അറബി, അറബി ആയതിനു വേണ്ടി. ഇദാ ദന്നത്ത് അലൈഹി, അവൻ്റെ മേൽ പിശുക്ക് കാണിക്കുമ്പോൾ, അത്തബിഅത്തു, പ്രകൃതി. എന്തൊന്നുകൊണ്ടാണ് പിശുക്ക് കാണിക്കുന്നത്? ബിമ, ഒന്നുകൊണ്ട് യൽസമുഹു, അവനത് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്തിനു വേണ്ടി? ലിയുഖീമ അവദഹു, അവൻ്റെ വക്രതയെ നേരെയാക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു കിനായത്താണ്, ആലങ്കാരികമായി പറഞ്ഞാൽ. അതായത് അവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നുകൊണ്ട് പ്രകൃതി അവൻ്റെ മേൽ പിശുക്ക് കാണിക്കുമെന്ന് വെച്ചാൽ ഭക്ഷണം മുട്ടുന്ന അവസ്ഥയിൽ. അപ്പോൾ നിലനിൽപ്പ് സാധ്യമാവില്ല, ഒഴിച്ചുകൂടാനാവാത്തത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിനും പിന്നെ ജീവിതത്തിനും ആവശ്യമായ വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനില്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? കാന അലൈഹി, അവൻ്റെ മേൽ അനിവാര്യമായി വരും എന്ന് വെച്ചാൽ അവന് ചെയ്തേ മതിയാവും. എന്ത്? ഇവിടെ അവരുടെ സാഹചര്യം വെച്ച് പറയുന്നതാണ്. ഐ യുഗിറ അല ഖബീലത്തിൻ ഉഖ്റ, വേറൊരു ഗോത്രത്തിൻ്റെ മേൽ ഇഗാറത്ത് നടത്തുക എന്ന് വെച്ചാൽ ആക്രമണം നടത്തുക. മിന്നലാക്രമണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നേരിട്ടുള്ള പോരല്ല. അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകൾ അശ്രദ്ധരായി ഉറങ്ങുകയൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കവർച്ച നടത്തി പോകുന്ന അങ്ങനെയുള്ള ആക്രമണത്തിനാണ് നമ്മൾ ഇഗാറത്ത് എന്നറിയാം. ഓക്കെ. എന്തിനു വേണ്ടി? ലിയസ്ലുബ, അവർക്ക് കവർച്ച ചെയ്യാൻ വേണ്ടി, റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടി. വയൻഹബ, അതുപോലെ തന്നെ യുദ്ധം മുതലാക്കാൻ വേണ്ടിയും. അപ്പോൾ രണ്ടവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. ഒന്ന് എന്ന് വെച്ചാൽ നേരിട്ട് പെട്ടെന്ന് വന്ന് മിന്നലാക്രമണം നടത്തി കവർച്ച ചെയ്ത് പെട്ടെന്ന് തടി ഊരി രക്ഷപ്പെടുക എന്നുള്ള അവസ്ഥയാണ്. മറ്റേതെങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ആ മറ്റേ ഗോത്രക്കാർ എന്ത് ചെയ്യും? ഓടിപ്പോകും. അപ്പോൾ കുറേ അവരുടെ മുതലൊക്കെ ഉപേക്ഷിച്ച് പോരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ അറബിക്ക് ഫലാ യജിദു സിവാ ഫറസിഹി, അവൻ്റെ കുതിരയല്ലാതെ അവനെത്തിക്കുകയില്ല, കണ്ടെത്തുകയില്ല. സിവാ ഫറസിഹി, അവൻ്റെ കുതിരയല്ലാതെ അവനെത്തിക്കുകയില്ല. ഏതവസ്ഥയിൽ? അവൻ്റെ കുതിര എന്തായിട്ടെത്തിക്കുകയില്ല? കുതിരയല്ലാതെ എന്തായിട്ടെത്തിക്കുകയില്ല? യസ് അഫുഹു, അവനെ സഹായിക്കുന്നതായിട്ട്. അപ്പോൾ യസ് അഫു എന്നുള്ളത് ഫറസിനുള്ള ഹാലാണ്.
ഓക്കെ. യസ്അഫു അവനെ സഹായിക്കുന്നതായിട്ട്. എന്ത് വിഷയത്തിൽ? ഫി തഹ്ഖീഖി മാ യുരീദു അവൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ യാഥാർത്ഥ്യമാക്കുന്ന വിഷയത്തിൽ അവനെ സഹായിക്കുന്നതായിട്ട് അവൻ്റെ കുതിരയല്ലാതെ അവൻ എത്തിക്കുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അങ്ങനെ അതായത് ഈ ഇഗാറത്ത് നടത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇനി പറയാൻ പോണ്. ഫി തഹ്ഖീഖി മാ യുരീദു എന്നുള്ളത് മാ നമുക്ക് മസ്ദറിയായി വെച്ചാൽ ഫി തഹ്ഖീഖി മുറാദിഹി എന്ന് വെക്കാം. അവൻ്റെ ഉദ്ദേശത്തെ അല്ലെങ്കിൽ ഇറാദത്തിഹി അല്ലെങ്കിൽ അവൻ്റെ മുറാദിനെ ഇറാദത്തിഹി അവൻ്റെ ഉദ്ദേശത്തെ യാഥാർത്ഥ്യമാക്കുന്നതിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? മൗസൂലായി വെച്ചാൽ മാ യുരീദുഹു, അപ്പോൾ മൻസൂബായ ദമീർ കളയപ്പെട്ടതെന്ന് നോക്കുക. വമിൻ ഹുന ഇവിടെ വെച്ചാണ്, അതായത് ഇക്കാരണത്താലാണ് ഇസ്തുസിറത്തിൽ ഖൈലു എന്ത് കുതിരയെ പ്രിഫർ ചെയ്യപ്പെട്ടത്, തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തായിട്ട്? ഹിബ്ബൽ അറബി അറബുകളുടെ ഇഷ്ടഭാജനമായിട്ട്. ഓക്കെ. ഫസാനൂഹ അങ്ങനെ അവരതിനെ സൂക്ഷിച്ചു. വക്രമുഹ അതിനെ അവർ മാനിച്ചു, ബഹുമാനിച്ചു. വ ആസറുഹ അതിനെ അവർ തിരഞ്ഞെടുത്തു, പ്രിഫർ ചെയ്തു. അല അംഫുസിയും അവരുടെ സ്വന്തം ശരീരങ്ങളുടെ മേലും. അഹാലിഹിം അവരുടെ കുടുംബങ്ങളുടെ മേലും. അഹ്ലിൻ്റെ ജമാണ് അഹാലി. ലഖദ് വജദു ഫീഹ തീർച്ചയായും അവർ എത്തിച്ചിരിക്കുന്നു. ഫീഹ കുതിരയിൽ മിൻ ഖിസാലി ഷറഫി മാന്യതയുടെ കാര്യങ്ങൾ, ഗുണങ്ങൾ. വൽ മനാഫിഇ ഉപകാരങ്ങളും. വൽ ഖിന ഐശ്വര്യവും. ഫിസ് സഫരി യാത്രയിലും. വൽ ഹദരി അതായത് വാസസ്ഥലത്തും, ആൾക്കാർ താമസിക്കുന്ന താമസ സമയത്തും യാത്രയിലും. ഒഫിൽ ഹർബി യുദ്ധത്തിൻ്റെ വേളയിലും. വസ്സിൽമി സമാധാനാവസ്ഥയിലും. ഒഫിസ് സീനത്തി വൽ ബഹായി അലങ്കാരത്തിലും ഭംഗിയാലും അലങ്കാരത്താലും ബഹുമാനത്താലും ഉപകാരങ്ങളാലും ഐശ്വര്യത്താലൊക്കെ അവർ ഒന്നിനെ എത്തിച്ചു. എങ്ങനെയുള്ള ഒന്ന്? ലൈസഫി ഗൈരിഹ അതല്ലാത്ത ജീവികൾ, അതല്ലാത്തതിൽ, ആ കുതിര അല്ലാത്തതിൽ ആ പറഞ്ഞതൊന്നുമില്ല. മിനൽ ഹയവാനി മൃഗങ്ങളാൽ, അതായത് മറ്റൊരു ജീവിയിലും ഇല്ലാത്ത പല ഗുണങ്ങളും വിശേഷണങ്ങളും ഈ പറഞ്ഞതൊക്കെയും അവർ എന്തിലെത്തിച്ചു? കുതിരയിലെത്തിച്ചു. ഓക്കെ. ഒന്നുകൂടെ പറയാം. ലഖദ് വജദു ഫിഹ ആ കുതിരയിൽ അവർ കണ്ടെത്തി, കുതിരയിൽ അവരെത്തിച്ചു. മിൻ ഖിസാലി ഷറഫി മാന്യതയുടെ ഗുണങ്ങളാൽ. വൽ മനാഫി ഉപകാരങ്ങളാൽ. വൽ ഖിന ഐശ്വര്യത്താൽ. ഫിസ് സഫരി വൽ ഹദരി വഫിൽ ഹർബി വസ്സിൽമി വഫി സീനത്തി വൽ ബഹായി ഇതിലൊക്കെയും അവർ ആ കുതിരയിൽ ഷറഫിനെയും മനാഫിനെയും ഖിനേനെ എത്തിച്ചു. ഖിസാലുകളാൽ ഒന്നിനെത്തിച്ചു. ലൈസ ഫി ഗൈരിഹ ഒന്നല്ല. ഫി ഗൈരിഹ കുതിര അല്ലാത്തതിലില്ല. മിനൽ ഹയവാനി ജീവികളാൽ. ഇന്ന ഇനായത്തൽ അറബി അറബുകളുടെ ഗൗനിക്കൽ തീർച്ചയായും അറബുകൾ പരിഗണിക്കൽ. ബിൽ ഖൈലി അതീവ പരിഗണന കൊടുക്കൽ. ബിൽ ഖൈലി കുതിരയെ അതെന്ത് ചെയ്യും? തഫൂഖുൽ വസ്ഫ അത് വിവരണാതീതമാണ്. തഫൂഖ് എന്ന് പറഞ്ഞാൽ മേലെ ആവുക. അൽ വസ്ഫ എന്ന് പറഞ്ഞാൽ വിശേഷണം വർണ്ണിക്കൽ. ഓക്കെ. തഫൂഖുൽ വസ്ഫ എന്ന് പറഞ്ഞാൽ അത് അവരുടെ അതീവ പരിഗണന വിവരണാതീതമാണ് എന്നാണ്. ഹത്ത എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നൽ ഫാരിസൽ അറബിയ തീർച്ചയായും ഒരു അറബി കുതിരപ്പടയാളി. ലം യക്കുൻ അവനായിരുന്നില്ല. യത്തുമഉ മോഹിക്കുന്നവനായിരുന്നില്ല. ഇല്ലാ ഫി അംറൈനി രണ്ട് കാര്യങ്ങളിൽ ഒഴിച്ച്. ഒന്ന് ഖിയാദത്തിൽ ജയ്ഷി ഒരു സേനയുടെ നേതൃത്വം, ഒരു സേനയെ നയിക്കൽ. പിന്നെന്താ? വംതിലാക്കി ഫറസിൻ ഒരു കുതിരയെ ഉടമപ്പെടുത്തലും. എങ്ങനെയുള്ള കുതിര? യുഹ്സിനു അത് നന്നായി ചെയ്യും. അൽ കറ വൽ ഫറ കറ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്ന് ആക്രമിക്കുന്നതിനാണ് കറ് എന്ന് പറയുന്നത്. ഫറ് എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിന്, സംഘട്ടനത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനാണ് ഫറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിനും പറ്റുന്നത്, പെട്ടെന്ന് ചെന്ന് ആക്രമിക്കുകയും വേണം, പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയും വേണം. രണ്ടിനും പറ്റുന്ന ഒരു കുതിരയെ ഉടമപ്പെടുത്തുക. ഓക്കെ. അതുപോലെ തന്നെ എന്തും കൂടിയാണ് ആ കുതിര? യജ്മഉ അത് ഒരുമിച്ച് കൂട്ടും. സിഫാത്തിൽ ജിയാദി മുന്തിയ ഇനം കുതിരകളുടെ വിശേഷണങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നതുമായ ഒരു കുതിരയെ
ഉടമപ്പെടുത്തലും ഒരു സേനയുടെ നേതൃത്വവും അല്ലാതെ, ഈ 2 കാര്യങ്ങളല്ലാതെ ഒരു ശരാശരി ഫാരിസ് അറബി എന്ത് ചെയ്യൂല, ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും ഇഅ്റാബിയായ വിഷയങ്ങൾ, വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ.